RCB റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഡിഫൻഡിംഗ് ചാമ്പ്യൻസ് 2025 ടൈറ്റിൽ വിജയം 18 വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചു. വിരാട് കോഹ്ലി ക്രിക്കറ്റിലെ എല്ലാ നേട്ടങ്ങളും കൈവരിച്ച് മുന്നേറുമ്പോഴും അദ്ദേഹത്തിന് കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒന്നായി നിൽക്കുകയായിരുന്നു 2024 വരെ IPL ടൈറ്റിൽ. പക്ഷേ ആ കണക്കങ്ങ് തീർത്തു. 2025 രാജകീയമായി അവർ കപ്പും നേടി. ആ 18-ാം നമ്പറുകാരൻ 18 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ ടൈറ്റിൽ വിജയിച്ചു. 2026 ഈ ചരിത്രം ആവർത്തിക്കുമോ എന്ന് ഓരോ RCB ആരാധകരും ഉറ്റുനോക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ വിജയിച്ചിട്ടും സുപ്രധാനമായ 1-2 പ്ലേയേഴ്സിനെ അവർ റിലീസ് ചെയ്യുകയുണ്ടായി. അവരെ റിലീസ് ചെയ്തതിനു ശേഷവും ഞാൻ RCBയുടെ ഫസ്റ്റ് 11 ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. ഒരു കുറവും എങ്ങും കാണാൻ സാധിക്കുന്നില്ല. കുറവുകൾ ഇല്ല എങ്കിലും ചിലയിടങ്ങളിൽ ഒന്ന് മെച്ചപ്പെടാനുണ്ട്. ഒന്നാമത്തേത് 3-ാം നമ്പറിൽ കളിക്കുന്ന ദേവദത്ത് പടിക്കൽ തന്നെയാണ്. കഴിഞ്ഞ 3 വർഷമായി ദേവദത്ത് പടിക്കൽ ഫോം ഔട്ടാണ്. അത് IPLലായാലും ആഭ്യന്തര ക്രിക്കറ്റിലായാലും ഇന്ത്യൻ ടെസ്റ്റ് ടീമിലായാലും. ഇത്തവണ മിനി ഓപ്ഷനിൽ അവർ അതിനുള്ള പരിഹാരവും കണ്ടെത്തി. IPLൽ തന്റെ കഴിവ് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന വെങ്കടേഷ് അയ്യരെ അവർ ടീമിലെത്തിച്ചു. 7 കോടി രൂപ ചെലവഴിച്ചാണ് വെങ്കടേഷ് അയ്യരെ ബാംഗ്ലൂർ തങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചിരിക്കുന്നത്. മിനി ഓപ്ഷനിൽ അവർ ടീമിലെത്തിച്ച മറ്റു കളിക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. വെങ്കടേഷ് അയ്യർ കൂടാതെ 5 കോടി 20 ലക്ഷം ചെലവാക്കി ഓൾറൗണ്ടറായ മങ്കേഷ് യാദവിനെയും അവർ ടീമിലെത്തിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രക്കാരനായ മങ്കേഷ് യാദവ് ലോ ഓർഡറിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ കഴിവുള്ള താരമാണ്. RCB കൊണ്ടുവന്ന മറ്റൊരു സുപ്രധാന താരമാണ് ന്യൂസിലൻഡിന്റെ ജേക്കബ് ടഫി എന്ന ബൗളർ. ജോർഡൻ കോക്സ് എന്ന ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററെയും അവർ വെറും 75 ലക്ഷം രൂപയ്ക്ക് ടീമിലെത്തിച്ചു. യുവതാരമായ സാത്വിക് ദേശ്വാൾ രഞ്ജി ട്രോഫിയിലും മുസ്താഖ് അലി ട്രോഫിയിലും മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ തങ്ങളുടെ തട്ടകത്തിൽ എത്തിച്ചു. 2025 സീസണിൽ ബാംഗ്ലൂർ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരുടെ കുറവുകളായിരുന്നു. കൃണാൽ പാണ്ഡ്യയെ കൊണ്ട് അവർ ഈ കുറവ് ഏകദേശമൊക്കെ സന്തുലിതമാക്കാൻ കഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടതാണ്. ആ കുറവ് നികത്തിക്കൊണ്ട് വെങ്കടേഷ് അയ്യരെ അവർ ടീമിലെത്തിച്ചിരിക്കുന്നു. പക്ഷേ കഴിഞ്ഞ സീസണിൽ ഒരു ക്വാളിറ്റി സ്പിന്നറിന്റെ കുറവ് RCBക്ക് ഉണ്ടായിരുന്നു. കൃണാൽ പാണ്ഡ്യ മികച്ച പ്രകടനത്തിലൂടെ ഈ കുറവ് ഒരുവിധം നികത്തിയെങ്കിലും ഇത്തവണ ഒരു സ്പിന്നറെ അവർ ടീമിലെത്തിക്കുമെന്ന് ആരാധകർ പോലും കരുതി. പക്ഷേ അതിന് സാധിച്ചില്ല. ഈ ഒരു കുറവ് മാത്രമാണ് ഈ സീസണിൽ RCB നേരിടാൻ പോകുന്നത്. ഒരു റെസ്റ്റ് സ്പിന്നർ പോലും ടീമിലില്ലാത്തത് ഒരു കുറവ് തന്നെയാണ്. എങ്കിലും ജേക്കബ് ടഫിയുടെ വരവ് ബൗളിംഗ് സൈഡിൽ ഒരു മേക്കപ്പ് തന്നെയായിരിക്കും. വിരാട് കോഹ്ലി എന്ന ഒരേ ഒരു ഐക്കൺ താരം മാത്രമാണ് ഇത്തവണ RCB ടീമിലുള്ളത്. കഴിഞ്ഞ സീസണിലും ഇതേ ടാക്ടീസ് തന്നെയാണ് RCB കൈക്കൊണ്ടത്. അതിന്റെ റിസൾട്ട് ടൈറ്റിൽ വിജയം തന്നെയായിരുന്നു. RCBയുടെ ഫസ്റ്റ് 11ലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ, അതായത് 2025 കൂടുതൽ സ്റ്റെബിലിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഫിൽ സോൾട്ടും വിരാട് കോഹ്ലിയും ഓപ്പണറായി തകർപ്പൻ ജോഡികൾ തന്നെയാണ്. 3-ാം നമ്പറിൽ ഇത്തവണ ഉറപ്പായും ദേവദത്ത് പടിക്കലിന് പകരം വെങ്കടേഷ് അയ്യർ സ്ഥാനം പിടിക്കും. കഴിഞ്ഞ സീസണിലേതുപോലെ ഒരു വലിയ തുകയ്ക്ക് ടീമിലെത്തിച്ച താരമെന്ന പ്രഷറിൽ നിന്നും പുറത്തു വന്നാണ് വെങ്കടേഷ് അയ്യർ ഇത്തവണ ഗ്രൗണ്ടിലിറങ്ങുക. അതുകൊണ്ട് തന്നെ വളരെ മികച്ച പ്രകടനം അദ്ദേഹത്തിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. 4-ാം നമ്പറിൽ RCBയുടെ ക്യാപ്റ്റനും റൈറ്റ് ഹാൻഡഡ് ബാറ്റ്സ്മാനുമായ പട്ടിദാർ തന്നെയായിരിക്കും. 5-ാം നമ്പറിൽ ഓൾറൗണ്ടറായ ജേക്കബ് ബേത്തലും 6-ാം നമ്പറിൽ ടീം ഡേവിഡും ടീമിന്റെ മധ്യനിരയുടെ കരുത്തായി മാറും. ഫിനിഷർ റോളിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ജിതേഷ് ശർമ്മയായിരിക്കും ഉണ്ടാവുക. ടീമിന്റെ ഒരേ ഒരു സ്പിൻ അറ്റാക്കറായി 8-ാം നമ്പറിൽ കൃണാൽ പാണ്ഡ്യ സ്ഥാനം പിടിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ 8-ാം നമ്പർ വരെ മാച്ച് വിന്നേഴ്സ് ബാറ്റർമാരെ കൊണ്ട് സമ്പന്നമാണ് RCB. 9, 10, 11 സ്ഥാനങ്ങളിൽ ഫാസ്റ്റ് ബോളർമാരായ ഹെസൽവുഡ്, യഷ് ദയാൽ, ഭുവനേശ്വർ കുമാർ എന്നിവരും കളിക്കും. എല്ലാ സീസണുകളിലും ചെണ്ടകളായ ബോളർമാരുടെ പറുദീസയായിരുന്നു RCB. ടൈറ്റിൽ വിജയിച്ച 2025 ടീമിലും അത് തന്നെയായിരുന്നു അവസ്ഥ. ബാറ്റർമാരുടെ കരുത്തിൽ തന്നെയാണ് ഇത്രയും വർഷം RCB എന്ന ടീം ആരാധകരെ സൃഷ്ടിച്ചതും 2025 ടൈറ്റിൽ വിജയിച്ചതും. ഇത്തവണ ബൗളിംഗ് സൈഡ് നോക്കിയാൽ ഒരു മികച്ച നിര നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴും ഒരു ചെണ്ടയായി യഷ് ദയാൽ ഇപ്പോഴും ടീമിൽ തന്നെയുണ്ട്. കഴിഞ്ഞ സീസണിലെ IPL മത്സരങ്ങൾക്ക് ശേഷം ഇതുവരെ രഞ്ജിയിൽ പോലും ഒരു മത്സരം പോലും കളിക്കാത്ത യഷ് ദയാൽ ഇത്തവണ ടീമിന് ഒരു ഭാരമായി മാറാൻ സാധ്യതയുണ്ട്. ഈ സ്ഥാനത്തേക്ക് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരേ ഒരു ബൗളർ ലെഫ്റ്റ് ഹാൻഡ് പേസറായ മങ്കേഷ് യാദവ് ആയിരിക്കും. ഹെയ്സൽവുഡും ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. എങ്കിലും ആ സ്ഥാനം നികത്താൻ ജേക്കബ് ടഫിയും നുവാൻ തുഷാരയും ഒക്കെയുണ്ട്. ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറുടെ അഭാവം ഉറപ്പായും ബാംഗ്ലൂർ ടീമിനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും ടൈറ്റിൽ ജയിക്കാൻ ഇത്തവണയും സാധ്യത കൽപ്പിക്കുന്ന ടീമുകളിൽ മുൻനിരയിൽ തന്നെയാണ് RCB. IPL ടൈറ്റിൽ ഇതുവരെയും നേടാത്ത ഡൽഹി, പഞ്ചാബ് പോലെയുള്ള വേറെയും ടീമുകൾ ഉണ്ടെങ്കിലും അതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്നതും കളിയാക്കലുകൾക്ക് ഇരയായതും RCB ആരാധകരും ടീമും തന്നെയാണ്. 2025 രാജകീയമായി അവർ ആ കുറവങ്ങ് നികത്തി. എന്തായാലും കപ്പടിക്കാൻ 2025 RCBക്ക് കഴിഞ്ഞ ടീമിനേക്കാൾ ഫാർ ബെറ്ററാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ഉറപ്പായും നല്ലൊരു പ്രകടനവും 2006 ടൈറ്റിലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്.